സോളാർ ഹൃദയത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ തകർത്തൊരു വിഷയമാണ്. ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു, ആര് വന്നില്ല താനും. ഇത് രണ്ടാമത്തെ സോളാർ വിഷയം. പിന്നെ മൂന്നാം സോളാർ വിഷയം ചികിത്സാപ്പിഴ വന്നു. അതിനെക്കുറിച്ച് അതെല്ലാത്തിനും പേര് ദൈവം എനിക്ക് ജയം തന്നു എന്നുള്ള സത്യമാണ്. UN അവാർഡ് വാങ്ങിച്ച് ബഹറിൽ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷങ്ങൾ. ഞെട്ടിപ്പോയി. ജോപ്പനെ അറസ്റ്റ് ചെയ്തു. ജോപ്പനെ ഇപ്പോൾ ലോട്ടറി വിറ്റ് നടക്കുന്നുണ്ട്. ആ മനുഷ്യൻ ചെയ്ത കുറ്റവത്തായിരുന്നു. അന്ന് ഈ രണ്ടാമത്തെ സോളാർ ആരോപണം അത് ഭയങ്കരമായിട്ട് ഉമ്മൻചാണ്ടി തകർത്ത് കളഞ്ഞു കേട്ടോ. പക്ഷെ ഉമ്മൻചാണ്ടി ഒന്നും മിണ്ടിയില്ല. ഉമ്മൻചാണ്ടിയെ വിവാദ ചുഴിയിലാഴ്ത്തിയ സോളാർ വിഷയത്തിൽ ആദ്യമായി രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ പ്രിയപത്നി മറിയാമ്മ ഉമ്മൻ. സോളാർ വിശേഷം എന്ന പുസ്തകത്തിന്റെ പ്രകാശന വേദിയിലാണ് മറിയാമ്മ ഉമ്മൻ തുറന്നടിച്ചത്. ഏറെ വൈകാരികമായിരുന്നു അവരുടെ വാക്കുകൾ. ഉമ്മൻചാണ്ടിയുടെ സഹപ്രവർത്തകരെ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു എന്നതാണ് വിമർശനത്തിന്റെ കാതൽ. സോളാർ വിവാദം ഉണ്ടായപ്പോൾ ഒരാൾ പോലും ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയും സമാശ്വസിപ്പിക്കാൻ കയറി വന്നില്ലെന്നും മരണശേഷം എല്ലാവരും ദൈവാവതാരമായി വാഴ്ത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും MM ഹസനെയും വേദിയിലിരുത്തി മറിയാ ഉമ്മൻ മുഖത്തു നോക്കി പറഞ്ഞു. ഒന്നാം സോളാറിൽ ഏറെ വേദനിപ്പിച്ചതും തങ്ങളെ അപമാനിച്ചതും ഐക്യരാഷ്ട്രസഭാ പുരസ്കാരം ലഭിച്ച സന്തോഷത്തിലിരിക്കുമ്പോൾ ജോപ്പനെ അറസ്റ്റ് ചെയ്തതായിരുന്നു എന്നുകൂടി മറിയാമ്മ ഉമ്മൻ പറഞ്ഞു. ഇതോടെയാണ് മറിയാമ്മയുടെ വിമർശനം തങ്ങൾക്ക് നേരെ തന്നെയാണെന്ന സത്യം വേദിയിലിരുന്ന VD സതീശൻ അടക്കമുള്ളവർ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞത്. എല്ലാറ്റിനും സാക്ഷിയായി ചാണ്ടി ഉമ്മൻ ഈ സമയം വേദിയിലുണ്ടായിരുന്നു. ആ വാക്കുകളിലേക്ക്. ഇവിടെ ഇരിക്കുന്ന ആർക്കും എൻ്റെ മകൻ്റെ ഒഴിച്ച ആർക്കും ആ വികാരം കാണത്തില്ല. സോളാർ ഹൃദയത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ തകർത്തൊരു വിഷയമാണ്. ഒരു അക്ഷരം പോലും പിണ്ടിയിട്ടില്ല. നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നി നോക്കിക്കൊണ്ട് ആരെയും കണ്ടില്ല. ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു, ആര് വന്നില്ല താനും. ഞാൻ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചൊരു ചോദ്യമാണ്. അത് ഇന്ന് തെറ്റായി പോയി, അദ്ദേഹത്തിന് വിഷമായി പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ചോദിച്ചു, കുഞ്ഞിന് ഒത്തിരി വ്യക്തിബന്ധങ്ങളുണ്ടല്ലോ എല്ലാ മേഖലയിലും. ആരും കുഞ്ഞിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലല്ലോ. ഇന്നെനിക്ക് ഒരുപാട് ദൈവത്തെ പോലെ ഉമ്മൻചാണ്ടിയെ കാണുന്നു, അതുപോലെ എന്നെയും കാണുന്നു. ഒരുപാട് പേര് മുത്തം തരുന്നു, സ്നേഹിക്കുന്നു. അത് വലിയ ആ പ്രാവ് എനിക്ക് ഒത്തിരി ഊർജം തരുന്നു. പക്ഷേ ഞങ്ങൾ അനുഭവിച്ചൊരു അനുഭവിപ്പിൽ ഞാൻ പറഞ്ഞു, നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. ആരെങ്കിലും സഹതാപം തോന്നുമെന്ന് ആർക്കും തോന്നിയില്ല. ആരെങ്കിലും ആശ്വസിപ്പിക്കുമെന്ന് വിചാരിച്ചു, ആരും ആശ്വസിപ്പിച്ചില്ല. ഞാനും കുടുംബം അനുഭവിച്ച പേര് ചാണ്ടി ഉമ്മൻ ഡൽഹിയിൽ നിന്ന് ഒരുപാട് പേര്. രണ്ടാം സോളാർ വിദ്തു അതിലതും അധികം വിഷമുണ്ടാക്കിയത്. സോളാറിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഒന്നിൻ്റെ അതിനകത്ത് നല്ല ഗുണങ്ങൾ ഞാൻ പറയാം. ഉമ്മൻചാണ്ടിയുടെ ബാത്റൂമിൻ്റെ വാതിക്കൽ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് പുതുപ്പള്ളിയിൽ ആൾക്കാർ പെണ്ണുങ്ങൾ വന്നിരിക്കുന്നു. അന്ന് മാത്രമേ ഉമ്മൻചാണ്ടി ഇരിച്ചേറ്റായിട്ട് ഞാൻ കണ്ടു. ഉമ്മൻചാണ്ടി ഒരു പെണ്ണുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞേക്കാൾ ഭേദം ഞാനൊരു അപരിചിത സഞ്ചാരം നടത്തിയത് പറയുന്നത് തന്നെയാണ്. എനിക്ക് കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെ ഇദ്ദേഹം സഹിച്ചു? അത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. രണ്ടാമത്തെ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. രണ്ടാമത്തെ സോളാർ ഞങ്ങൾ UN അവാർഡ് വാങ്ങിച്ചു. അതാണ് ഫസ്റ്റിനെക്കാട്ടി രണ്ടാം ലോകമഹായുദ്ധം വലിയ സോളാർ. UN അവാർഡ് വാങ്ങിച്ച് ബഹറിൽ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷങ്ങൾ. ഞെട്ടിപ്പോയി. ജോപ്പനെ അറസ്റ്റ് ചെയ്തു. ജോപ്പനെ ഇപ്പോൾ ലോട്ടറി വിറ്റ് നടക്കുന്നുണ്ട്. ആ മനുഷ്യൻ ചെയ്ത കുറ്റവത്തായിരുന്നു. ഇപ്പോഴും വിദ്യാർത്ഥിയാണ്. അത് ഞാൻ ഉമ്മൻചാണ്ടി ഒരുപാട് തകർത്തു. ഒരു നിമിഷം ഇങ്ങനെ ഉമ്മൻചാണ്ടി അജഞ്ചനായ ഉമ്മൻചാണ്ടി, ശാന്തനായ ഉമ്മൻചാണ്ടി ഒരു അജഞ്ചനാടിക്ക് ഞങ്ങൾ പരസ്പരം ഇങ്ങനെ നോക്കി നിന്നു. UN അവാർഡ് വാങ്ങിച്ചു വന്നു. അതിന് മാത്രം ഒരു ആരും അതാണ് അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം. ഇവിടെ നിന്ന് വികസനത്തെക്കുറിച്ചോ ഉമ്മൻചാണ്ടി മനുഷ്യസ്നേഹത്തെക്കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞാൽ ഞാൻ അനുഭവത്തെക്കുറിച്ച് സത്യം എൻ്റെ മനസ്സാക്ഷി ഞാൻ പറയാണ്. അന്ന് ഈ രണ്ടാമത്തെ സോളാർ ആരോപണം അത് ഭയങ്കരമായിട്ട് ഉമ്മൻചാണ്ടി തകർത്ത് കളഞ്ഞു കേട്ടോ. പക്ഷെ ഉമ്മൻചാണ്ടി ഒന്നും മിണ്ടിയില്ല. വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാമായിരുന്നു. ഈ കേസ് സസ്പെൻഡ് ചെയ്യാം. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി അറിയാതെ പേഴ്സൺ സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്യുമോ? നിങ്ങൾ പറ.
മാധ്യമക്കാരോടൊന്നും എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. എനിക്ക് തോന്നുന്നു അവർ ആണ് ഏറ്റവും നല്ലതായിട്ട് ഇപ്പോൾ തിരിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത്, ഏറ്റവും അധികം പബ്ലിക്കും സപ്പോർട്ട് ചെയ്ത്. അന്ന് പക്ഷേ അനുഭവിച്ചത് ഉമ്മൻചാണ്ടി അനുഭവിച്ചു. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്നല്ല പറഞ്ഞത്, സത്യം എന്തെങ്കിലും പുറത്തു വരുമെന്ന് പറഞ്ഞത്. അത് സത്യം തന്നെയാണ്. ഇപ്പോൾ ജനം പ്രൂവ് ചെയ്തിരിക്കുന്നു. ദൈവം അതിന് ഒരു തിരിച്ചടി കൊടുത്തിരിക്കുന്നു. അതിനോട് ഞാൻ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാൻ മേല. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ സോളാർ വിഷയം ജോണിൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പുസ്തകം എന്ന് വിചാരിച്ചെന്നില്ല ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷേ ഈ ഒരു വിഷയം ഉണ്ടല്ലോ, ഞങ്ങളുടെ സോളാർ ഞങ്ങളുടെ അഗ്നികൂട്ടത്തിൽ അഗ്നിപർവ്വതമായിട്ട് ഒരു കുടുംബത്തെ മുഴുവൻ തകർത്ത്. പക്ഷേ അത് സത്യമല്ലേ? അന്ന് ആരെങ്കിലും വന്നായിരുന്നു ഉമ്മൻചാണ്ടിക്ക്. പക്ഷെ അന്ന് ഞങ്ങൾ കുടുംബം തിരിച്ചു. യേശു ക്രിസ്തു, ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, പ്രമിച്ച് നോക്കണ്ട, ഞാൻ നിന്നെ ദൈവമാവും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഇവിടെ CSL അച്ഛന്മാരൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ 100 പള്ളികളൊക്കെ ഞാൻ വർഷങ്ങൾ പോയിട്ടുണ്ട്. എനിക്ക് പറയാനിരിക്കുമ്പോൾ എനിക്ക് ദുഃഖം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊട്ടി വന്ന വികാരം ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ദൈവം എന്തായാലും സത്യം എന്ന് നിലനിൽക്കും. ഒരു ആ ഉമ്മൻചാണ്ടി വ്യക്തി ഇപ്പം ഞാൻ വെച്ച് എന്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചില്ല, പെട്ടെന്ന് രാജിവെക്കുന്ന ആളാണ്. അപ്പം എനിക്ക് മനസ്സിലായി, ഉമ്മൻചാണ്ടി എന്ന് രാജിവെച്ചാൽ ഒരു സ്ത്രീയുടെ ആരോപണത്തിന് പുറത്ത് ഉമ്മൻചാണ്ടി രാജിവെച്ചെന്ന് പറഞ്ഞു ഇല്ലേ? പറയത്തില്ലേ? അങ്ങനെ പറയും. പക്ഷെ അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കാൻ. പക്ഷെ ഇന്ന് അദ്ദേഹം എന്താ, സൂര്യചന്ദ്ര താരങ്ങളെക്കാളും സ്വർഗീയ നട്ടുണ്ട്. ഈ സോള വിഷയം കുഴിച്ചു മൂടപ്പെട്ട വിഷയമാണ്, എടുക്കാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ ഈ സോള വിഷയം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അത്രമാത്രം ഞാൻ വികാരപ്പെടുത്തി. ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇത് 2ാം സോളാർ വിഷയം, പിന്നെ 3ാം സോളാർ വിഷയം ചികിത്സാപ്പിഴ വന്നു. അതിനെക്കുറിച്ച് അതെല്ലാത്തിനും പേരും ദൈവം എനിക്ക് ജയം തന്നു എന്നുള്ള സത്യമാണ്. എല്ലാത്തിനകത്തും ദൈവം എപ്പോഴും നീതിമാനാണ്. ശ്രീ ശശി തരൂരിനറിയാം 5 വർഷക്കാലം മുമ്പ് അദ്ദേഹം എങ്ങനെയാണ് ഞങ്ങളെ ജർമ്മനിക്ക് അയച്ചതെന്ന്, 22-ൽ എങ്ങനെയാണ് ജർമ്മനിക്ക് അയച്ചത് എന്നുള്ളത്. അദ്ദേഹം എടുത്ത താല്പര്യമൊന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. KC വേണുഗോപാൽ എടുത്ത താല്പര്യം മറക്കാൻ പറ്റത്തില്ല. ഞാനിത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, ദയവേത് ക്ഷമിക്കണം. ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയുടെ പാതയിൽ വിശ്വസിക്കുന്നു, സഹിഷ്ണുതയുടെ പാതയിൽ വിശ്വസിക്കുന്നു. അത് ഗാന്ധിയൻ പാതയാണ്, അത് രാഹുൽ ഗാന്ധിയുടെ പാതയാണ്, അത് ശ്രീമതി സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പാതയാണ്. ആ പാതയിലാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. അത് വിട്ട് ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു? ഒരു രാഷ്ട്രീയ മര്യാദ കാണിച്ചു. അതിലെങ്ങനെയാണ് എൻ്റെ അനുസ്മരണത്തിൽ പോലും, അനുസ്മരണത്തിനെങ്കിലും വെറുതെ വിടൂ, അനുസ്മരണത്തിനെങ്കിലും നിങ്ങൾ വെറുതെ വിടൂ. ഈ പറഞ്ഞൊരു വ്യക്തി, നിങ്ങൾക്കറിയാം, സോളാർ സമയത്ത് എൻ്റെ പിതാവിനെ ആക്രമിച്ചു, എന്നെ ആക്രമിച്ചു, എൻ്റെ കല്യാണം വരെ മുടങ്ങിപ്പോയെന്ന് പറഞ്ഞു. എനിക്ക് പറയുന്നതിലൊന്നും മടിയില്ല. എൻ്റെ കല്യാണം വരെ മുടങ്ങിപ്പോയെന്ന് പറഞ്ഞു. ഞാനൊരു കേസ് പോലും കൊടുത്തിട്ടില്ല. അതും ക്ഷമയുടെ പാതയല്ലേ? അതും സഹിഷ്ണുതയുടെ പാതയല്ലേ? 22-ൽ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനെ കൊല്ലുവാൻ ശ്രമിച്ചു. ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല. എൻ്റെ ക്ഷമയുടെ പാതയിലാണ് അങ്ങ് നിൽക്കുന്നതെന്ന് അങ്ങ് മറക്കരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.